നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പുനർജനിയിൽ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. അനുമതിയില്ലാതെയുള്ള വിദേശയാത്രയിലും വിദേശ ഫണ്ടിലെ ക്രമക്കേടും അന്വേഷിക്കണമെന്ന് ശുപാർശ. നടപടിക്കുള്ള നീക്കം 1 വർഷം മുമ്പ് നൽകിയ ശുപാർശയിൽ. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കാൻ കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല വയനാട്ടിൽ. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ നിർണായക നീക്കം. UDF പരിഗണിക്കുന്നത് വിജയസാധ്യത മാത്രമെന്ന് രമേശ് ചെന്നിത്തല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുതെന്നും പരസ്യവേദികളിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊണ്ടുപോകരുതെന്നും KC വേണുഗോപാൽ. മുപ്പത്തഞ്ചോളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനൊരുങ്ങി BJP. 11-ന് അമിത്ഷാ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ NDA. വെള്ളാപ്പള്ളിയെ വസതിയിലെത്തിക്കണ്ട് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര നീക്കമെന്ന് ആരോപണം. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനം തള്ളി ധനമന്ത്രി. രാജ്യം ഏറെ മോശപ്പെട്ട അവസ്ഥയിലെന്നും അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ KN ബാലഗോപാൽ. അമേരിക്ക ബന്ദികളാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെത്തിച്ചു. മദുറോയെ അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ചോദ്യം ചെയ്യും. അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ. അമേരിക്കൻ അധിനിവേശത്തിൽ കരുതലോടെ ലോകരാജ്യങ്ങൾ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യ. ഇന്ത്യയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ കളിക്കാനാകില്ലെന്ന നിലപാടിലേക്ക് ബംഗ്ലാദേശ്. മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന് BCB. ആവശ്യം ഉന്നയിച്ച് ICCക്ക് കത്ത് നൽകും. മുസ്തഫിസുർ റഹ്മാനെ വിലക്കിയതിനു പിന്നാലെ IPL ബംഗ്ലാദേശിൽ കളിക്കരുതെന്നും BCB. വാർത്തയിലേക്ക് വിശദമായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പുനർജനിയിൽ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. മുഖ്യമന്ത്രിക്ക് ശുപാർശ കൈമാറി. അനുമതിയില്ലാതെയുള്ള വിദേശയാത്രയും വിദേശ ഫണ്ടിലെ ക്രമക്കേടും അന്വേഷിക്കണമെന്നാണ് ശുപാർശ. 1 വർഷം മുമ്പ് നൽകിയ ശുപാർശയിലാണ് നടപടിക്കുള്ള ഈ നീക്കം. അതേസമയം പുനർജനി കേസ് വിജിലൻസ് അന്വേഷിച്ച് നിലനിൽക്കില്ലെന്ന് റിപ്പോർട്ട് നൽകിയ കേസാണെന്നും അന്വേഷണവുമായി എന്നും സഹകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി വന്നിരിക്കുന്നത്. വിദേശ സംഭാവന ചട്ടം ലംഘിച്ചുവെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല. ആദ്യ കേസ് അന്വേഷിച്ചാണ്. അപ്പോൾ ഈ കേസ് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചാണ്. ആഭ്യന്തര വകുപ്പ് എല്ലാം കണ്ട് ഉപേക്ഷിച്ചാണ്. 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. കാരണം 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് 7 വർഷം മുമ്പ്. ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പം ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിക്കുകയും കേരളത്തിലേക്ക് പണം എത്തിക്കുകയും ചെയ്തു എന്നതാണ് പുനർജനി കേസിന്റെ അടിസ്ഥാനമെന്ന് MV ഗോവിന്ദൻ. ആ കേസിൽ ഗവൺമെന്റ് എന്ത് തീരുമാനം എടുക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ. തങ്ങൾക്ക് ഒരു ഡിമാൻഡ് എന്ന നിലയിൽ മറ്റൊരു കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും MV ഗോവിന്ദൻ തൃശൂരിൽ പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ട് അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം കേന്ദ്ര ഏജൻസി അതിനകത്ത് നിലപാടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ച് പണം സ്വരൂപിച്ച് ആ പാർട്ടിയുടെ ഭാഗം
തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനമെടുക്കുന്നതിനെ പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഡിമാൻഡ് പോലെ പറയുന്ന കാര്യം പറയാനും തീരുമാനിക്കാം. ഗവൺമെൻറ് വിധമായ പ്രത്യേകിച്ച് വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഈ പുനർജനി കേസ് വിജിലൻസ് അന്വേഷിച്ചതല്ലേ ഒരിക്കൽ, നിലനിൽക്കില്ലെന്ന് റിപ്പോർട്ട് നൽകിയ കേസുമാണ്. ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ, വിജിലൻസ് അതിലേക്ക് കടക്കുമ്പോൾ എന്താണ് അനുമാനിക്കേണ്ടത്? കോൺഗ്രസ് പറയുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ ഇത്? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2018 ഈ കേസ് അന്വേഷിച്ചതാണ്. ആ സമയത്ത് വിജിലൻസ് പരാതി നൽകി അന്നത്തെ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചപ്പോൾ ഇതിനകത്ത് ഫെമ നിയമത്തിന്റെ ചട്ടലംഘനമൊന്നും നടന്നിട്ടില്ല. മാത്രമല്ല, ആ സമാഹരിച്ച തുക 22,500 പൗണ്ട് സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അവിടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി തന്നെ വിനിയോഗിച്ചു എന്ന് കണ്ടെത്തുകയും അതിലൊരു അന്വേഷണത്തിൽ കേസിൽ കഴമ്പില്ല എന്ന റിപ്പോർട്ടാണ് നൽകുകയും അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പല ഘട്ടങ്ങളിൽ തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ പല വേള ഈ വിഷയം പ്രതിപക്ഷം ഭരണപക്ഷം ആയുധമാക്കുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ തന്നെയും അത് തെളിവില്ല, ഏത് അന്വേഷണത്തെയും താൻ നേരിടാൻ തയ്യാറാണെന്ന് അദ്ദേഹം പലവട്ടം പറയുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ യോഗേഷ് ഗുപ്ത, അതായത് മുൻ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത തലപ്പത്ത് വന്നപ്പോഴാണ് അദ്ദേഹം വീണ്ടും ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഫെമ നിയമത്തിന്റെ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. അതായത് വിദേശ വിനിമയ നാണയ ലംഘനത്തിന്റെ ചട്ടം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വിദേശത്ത് ഓസ്ട്രേലിയയിൽ പോയി ഫണ്ട് ശേഖരിക്കാനായി നിയമപരമായി അദ്ദേഹം അനുവാദം വാങ്ങിയിരുന്നില്ല. മാത്രമല്ല, അവിടെ നിന്ന് ലഭിച്ച പണം ഇവിടെ ഈ നാട്ടിലെ ഫണ്ടിലേക്ക് മാറ്റുമ്പോൾ അത് എങ്ങനെ മാറ്റി അതിൽ കൃത്യതയും വ്യക്തതയും വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വ്യക്തത വേണമെങ്കിൽ അത് CBI തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അദ്ദേഹം സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത്. പക്ഷേ വിഷയം ഫെബ്രുവരിയിൽ നൽകിയ ശുപാർശ ഇതുവരെ അന്ന് സർക്കാർ നിയമോപദേശം തേടിയെങ്കിലും പിന്നെ തുടർ നടപടി ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് വീണ്ടും ചർച്ചയാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായൊരു നീക്കം തന്നെയാണ്. എല്ലാ തെളിവുകളും എല്ലാം തന്റെ കൈവശമുണ്ട്. എന്ത് അന്വേഷണത്തിന് നേരിടാൻ തയ്യാറാണോ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ഏറ്റവും നിർണായകമായി വെച്ച് നിൽക്കുമ്പോഴാണെങ്കിൽ ഭരണപക്ഷം പല രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കള്ള അടക്കം നിരവധി വിഷയങ്ങൾ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത് രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, 20-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരുകയാണ്. നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ അവിടെ ഈ പുനർജനി കേസ് ഉയർത്തിക്കാട്ടി വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാം എന്നുള്ള കണക്കുകൂട്ടലൊക്കെ തന്നെ സർക്കാരിനുണ്ട്. എന്നാൽ ഇതിൽ സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിടണമോ വേണ്ടേ എന്നുള്ളത് സർക്കാരിന്റെ നിയമോപദേശമൊക്കെ തേടിയതിനു ശേഷമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായില്ലെങ്കിൽ പോലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതൊരു സജീവമായി ചർച്ചാ വിഷയമായി പ്രചാരണ വിഷയമായി നിലനിർത്തുക, അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത്. KPCCയുടെ നേതൃത്വത്തിൽ ലക്ഷ്യ ലീഡർഷിപ്പ് ക്യാമ്പയിന് വയനാട്ടിൽ തുടക്കമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. ജയസാധ്യത മാത്രമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്നും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ പറഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA യുടെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള സപ്ത കൺവെൻഷൻ സെന്ററിലാണ് 2 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും സമാനമായ രീതിയിൽ സുൽത്താൻ ബത്തേരിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അന്നെടുത്ത തീരുമാനങ്ങളും നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകവുമായി. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ തന്നെ വീണ്ടും ക്യാമ്പ് സംഘടിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 100 സീറ്റാണ് UDFന്റെ ലക്ഷ്യമെന്നും സാധാരണ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. PM ശ്രീയിൽ ഉൾപ്പെടെ BJP CPM കൂട്ടുകച്ചവടമാണ് നടക്കുന്നത്. ആ കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേതാക്കൾക്കുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം KC വേണുഗോപാൽ പങ്കുവച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വിലക്കയറ്റം, ഭരണസ്തംഭനം, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമ രൂപം നൽകും. ദേശീയ സംസ്ഥാന തലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തുന്നതോടൊപ്പം സംഘടനാ വിഷയങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്യും. നാളെ വൈകിട്ട് ക്യാമ്പ് അവസാനിക്കും. അമൃത ന്യൂസ്, വയനാട്.
സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയാണ് UDF പരിഗണിക്കുന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. നേതൃക്യാമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാവും. ശേഷം ലീഗ് അടക്കമുള്ള കക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ച നടത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 53% യുവാക്കളെയും സ്ത്രീകളെയും പാർട്ടി പരിഗണിച്ചിരുന്നു. യുവാക്കളെ പരിഗണിക്കുന്നു എന്നതിനർത്ഥം മുതിർന്ന ആളുകളെ മാറ്റി നിർത്തുന്നു എന്നല്ല എന്നും കോഴിക്കോട് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനൊരു ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഇന്നത്തെ ഒരു രീതിയുണ്ട്. ഏതായാലും കഴിഞ്ഞ UDF യോഗം തീരുമാനിച്ചത് 20-ാം തീയതിക്ക് മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നാണ്. UDF ഘടകകക്ഷികളുടെ അത് വൈകാതെ ഞങ്ങൾ പൂർത്തിയാക്കും. ഈ സീനിയർ നേതാക്കൾ പലരും മത്സര സ്ഥാനത്ത് ഇപ്പം മുല്ലപ്പള്ളി അദ്ദേഹം പക്ഷേ വലിയ തോതിൽ പ്രതിഷേധവും ആ ഭാഗത്ത് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് സീനിയർ നേതാക്കൾ കൂടി ഉണ്ടാവുമോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. വിജയസാധ്യതയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടത്. വിജയസാധ്യതയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടാൻ BJP. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ സന്തോഷമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ല, തികച്ചും സ്വകാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൽ സന്തോഷമെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിൽ സന്തോഷിക്കുന്നുവെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. Days when he was young at 20-25, so I always adore him for that, and we had always good pleasant talks, family talks also, and therefore nothing political practically. But one thing I must tell you, that what has happened in Thiruvananthapuram is a Ahmedabad movement for Kerala BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കാൻ BJPയും പ്രധാന മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. അമിത്ഷാ വരുന്നതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാനുള്ള ഒരുക്കങ്ങളിലാണ് BJP. കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെയായിരുന്നു. BJPക്ക് 30,000-നും 60,000-നും ഇടയിൽ വോട്ട് ലഭിച്ച 35 മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയാകും പ്രവർത്തനം. ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, കായംകുളം ശോഭാ സുരേന്ദ്രൻ തുടങ്ങി 35 മണ്ഡലങ്ങളിലെയും പ്രാഥമിക പട്ടിക തയ്യാറായി കഴിഞ്ഞു. 11-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുങ്ങും. ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കാനാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വോട്ട് ലഭിച്ചില്ലെന്നാണ് കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യൻ വോട്ട് അനുകൂലമാക്കാനുള്ള ശ്രമം തുടരും. സ്ഥാനാർത്ഥി പട്ടികയിലും ഇത് ദൃശ്യമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാത്തത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കുമെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കും. ശബരിമലയിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മുസ്ലിം ലീഗ് വിജയഭേരി ജനപ്രതിനിധി സംഗമം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ അഴിമതിരഹിത ഭരണം നടത്തണമെന്നും തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞത് സെമി ഫൈനലാണെന്നും ഫൈനലിൽ ഗോളടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് പാർട്ടിയുടെ മതേതരത്വത്തെക്കുറിച്ച് ഒന്നും അഭിപ്രായം പറയാൻ ആരും തുനിയണ്ട എന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരും ലീഗിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭയിലും ആവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് വിജയഭേരി കോഴിക്കോട് പ്രതിനിധി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. പാർട്ടിയുടെ മതേതരത്വത്തെക്കുറിച്ചൊന്നും ഇനി വർത്താനം പറയാൻ ആരും തുനിയണ്ട. അത് തുനിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്ഥാപിച്ചാരിയൊക്കെ അവരൊക്കെ ബലമായി പറയാറുണ്ട്. അവർക്കൊക്കെ ധൈര്യമായിട്ട് ഇനിയും പറയാം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചെയർമാന്മാരും ചെയർപേഴ്സൺമാരും ഒക്കെയായി നിരന്ന് നിൽക്കുക. ജാതിമത വ്യത്യാസമില്ല. സംസ്ഥാന രാഷ്ട്രീയം മാറും, യാതൊരു സംശയമില്ല. UDF 19 സീറ്റ് നേടിയപ്പോൾ അതിൽ 10 നേടിയത് കോഴിക്കോട്ട് നിന്നാണ്.
മുഖ്യമന്ത്രി മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ആയിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം. തിരുത്തിയില്ലെങ്കിൽ വെള്ളാപ്പള്ളി തിരുത്തണ്ട എന്നും സമൂഹത്തിൽ മതനിരപേക്ഷ നിലപാട് ആണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കോഴിക്കോട് വീണ്ടും പോസ്റ്റർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മണ്ഡലത്തിലെ വാണിമേൽ, വളയം, പാറക്കടവ്, തൂണേരി, കല്ലാച്ചി, നാദാപുരം ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചത്. മുല്ലപ്പള്ളി നാദാപുരത്ത് മത്സരിച്ചേക്കുമെന്ന വാർത്ത പുറത്തുവന്നതോടെ UDF അണികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നലെ ചെമ്പാല അടക്കമുള്ള പ്രദേശങ്ങളിലും സമാന രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വെനസ്വേലയിൽ ആക്രമണം നടത്തി അമേരിക്ക ബന്ദികളാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെത്തിച്ചു. ഇരുവരെയും അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ചോദ്യം ചെയ്യും. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ്. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കിയ അമേരിക്ക ഇരുവരെയും ന്യൂയോർക്കിലെത്തിച്ചു. ഇരുവരും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ലഹരി വിരുദ്ധ സേനയുടെ താവളത്തിൽ എത്തിച്ചായിരിക്കും ചോദ്യം ചെയ്യുക. വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ കുറച്ചുകാലം വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത്. മദുറോ ഏകാധിപതിയാണെന്നും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കൻ ആധിപത്യം പുനഃസ്ഥാപിച്ചുവെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. വെനസ്വേലയിൽ ആർക്കു വേണമെങ്കിലും മദുറോയുടെ ഗതി വരാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ബന്ദിയാക്കിയ മദുറോയുടെ കണ്ണുകെട്ടിയ നിലയിലുള്ള ചിത്രം ട്രംപ് പുറത്തുവിട്ടു. US നാവികസേന കപ്പലിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടത്. വ്യോമാക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദുറോയുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അധികാരം ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് അറിയിച്ചത്. അമേരിക്കയുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഡെൽസി പ്രതികരിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലൻ ജനതയെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞത് ഇപ്പോഴും മദുറോ തന്നെയാണ് പ്രസിഡന്റ്, അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് മാത്രം താൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ്. മദുറോയുടെ വിശ്വസ്തരെ കയ്യിലെടുക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ എണ്ണക്കമ്പനികൾ വെനസ്വേലയിൽ പണം ഉണ്ടാക്കുമെന്നും ട്രംപ് പറയുന്നു. എണ്ണക്കമ്പനികൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ട്രംപ് പറയുന്നത് പോലെ ഒരു രണ്ടാം ഘട്ട നീക്കത്തിന്, ആക്രമണത്തിന് തയ്യാറാവാനും സാധ്യതയുണ്ട്. അതൊരുപക്ഷെ ഒരു യുദ്ധത്തിലേക്കും നീങ്ങിയേക്കാം. അമേരിക്കൻ അധിനിവേശത്തിൽ കരുതലോടെയാണ് ലോകരാജ്യങ്ങളുടെ പ്രതികരണം. പല നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ ഡെമോക്രാറ്റുകളുടെ പ്രകടനവും പ്രതിഷേധവും നടന്നു. മദുറോയെ മോചിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലിലൂടെ ഒരു രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ആർക്കും അവകാശമില്ലെന്നും റഷ്യ പറയുന്നു. സംഘർഷം കൂടുതൽ വഷളാക്കാതെ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും സമാധാനം പുലർത്തണമെന്നും ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വെനസ്വേലയിലേക്കുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ നടപടി. വെനസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തൊണ്ടിമുതൽ തിരിമറി കേസിൽ തടവിന് ശിക്ഷിച്ച ആന്റണി രാജു MLA സ്ഥാനം ഇന്ന് രാജിവെച്ചേക്കുമെന്ന് സൂചന. അയോഗ്യനാക്കി ഉത്തരവ് ഇറക്കും മുമ്പേ രാജിവെച്ച് ഒഴിയാനാണ് നീക്കം. അതേസമയം ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു വൈകാതെ മേൽക്കോടതിയെ സമീപിക്കും. ആന്റണി രാജുവിന്റെ അപ്പീലടക്കം ഇനിയുള്ള കോടതി നടപടികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് CPM വീക്ഷിക്കുന്നത്. കോടതി വിധി സ്റ്റേ ചെയ്തില്ലെങ്കിൽ തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ഏറ്റെടുക്കാനാണ് CPMന്റെ നീക്കം. അങ്ങനെ ചെയ്താൽ നഗര തീരദേശ മേഖലകളിൽ സ്വീകാര്യനായ വ്യക്തിയെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടി വരും. അതേസമയം നിയമസഭാ സെക്രട്ടറി അയോഗ്യനാക്കി ഉത്തരവിറക്കിയാൽ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം ഇല്ലാതാകും. ഇതിനു മുൻപ് MLA സ്വയം രാജിവെച്ചേക്കും. ഇന്ന് സ്പീക്കറെ നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറുകയോ ഇമെയിലായി അയച്ചു നൽകുകയോ ചെയ്യുമെന്നാണ് വിവരം.
തീരുമാനം. മേൽക്കോടതികളിൽ അപ്പീൽ നൽകിയാലും അനുകൂല തീരുമാനം ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാലാണ് നടപടി. രാഷ്ട്രീയ ആക്ഷേപങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ രാജിയിലൂടെ സാധിക്കുമെന്നാണ് ആന്റണി രാജുവും ഇടതുമുന്നണിയും കരുതുന്നത്. ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു വൈകാതെ മേൽക്കോടതിയെ സമീപിച്ചേക്കും. കോടതി ശിക്ഷ സ്റ്റേ ചെയ്താൽ മാത്രമേ ആന്റണി രാജുവിന് MLA ആയി തിരികെ എത്താനാകൂ. കോടതി 3 വർഷത്തെ ശിക്ഷ വിധിച്ചതോടെ നിയമസഭാംഗത്വം നഷ്ടമായി. ഇന്നലെയാണ് തൊണ്ടിമുതൽ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജുവിനെയും വഞ്ചിയൂർ കോടതിയിലെ ക്ലർക്കായിരുന്ന ജോസിനെയും ശിക്ഷിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. അവധി ദിവസമായതുകൊണ്ട് ഇന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനവും പരിസര പ്രദേശങ്ങളും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. സന്നിധാനത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരീശ സന്നിധിയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അയ്യപ്പന്മാരുടെ ശബരീശ സന്നിധിയിലേക്കുള്ള ഒരു പ്രവാഹം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി കഴിഞ്ഞ ചൊവ്വാഴ്ച നട തുറന്ന അന്നു മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് അത് ശബരീശ സന്നിധിയിലേക്ക് ഇപ്പോഴും തുടരുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് ഈ സമയങ്ങളിൽ കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാർ എത്തുമ്പോൾ ഇവരെ മരക്കൂട്ടത്തും ശരംകുത്തിയിലും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് എത്താൻ അനുവദിക്കുന്നത്. ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇവർക്ക് നടപ്പന്തലിൽ നിന്ന് ക്യൂവിൽ നിന്ന് അല്പസമയം നിന്നതിന് ശേഷം മാത്രമേ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്താൻ കഴിയുന്നുള്ളൂ. പിന്നീട് 18-ാം പടി കടന്ന് ഇവർ ശബരീശ സന്നിധിയിലേക്ക് എത്തുമ്പോൾ, ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തുമ്പോൾ ഫ്ലൈ ഓവറിൽ അല്പസമയം നിന്ന് കാത്തുനിന്നതിനു ശേഷം മാത്രമായിരിക്കും ഇവർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം ഈ തിരക്കിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് അയ്യപ്പ ദർശനം ഇപ്പോൾ ശബരിമലയിൽ പുരോഗമിച്ചു വരുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങളും ഇതിനോടനുബന്ധിച്ച് ശബരിമലയിൽ നടന്നു വരുന്നുണ്ട്. മകരജ്യോതി ദർശിക്കുന്നതിനാവശ്യമായ ഭക്തർക്ക് ആ പ്രദേശങ്ങളിൽ, അതായത് ഈ ഭക്തർ കാലാകാലങ്ങളായി ഈ മകരജ്യോതി ദർശിക്കുന്നതിനായി പല പ്രദേശങ്ങളിലും സന്നിധിയുടെ പല ഭാഗങ്ങളിലും ഇവർ തമ്പടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആ പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിച്ചു വരുന്നു. ഏതായാലും ശബരീശ സന്നിധിയിലേക്ക് അയ്യപ്പന്മാരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇവർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശബരീശ സന്നിധിയിൽ അയ്യപ്പ ദർശനം പൂർത്തിയായി വരുന്നത്. ശ്രീജിത്തിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, സന്നിധാനം. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500-ലേറെ ബൈക്കുകൾ കത്തിയമർന്നു. റെയിൽവേ സ്റ്റേഷൻ 2ാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടർ പൂർണ്ണമായും, പാളത്തിൽ കിടന്ന എഞ്ചിൻ ഭാഗികമായും കത്തിനശിച്ചു. റെയിൽവേ ഇലക്ട്രിക്കൽ ലൈനിൽ നിന്നും തീപ്പൊരി വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രഭാത സവാരി നടത്തി കോർപ്പറേഷൻ മേയർ VV രാജേഷും കൗൺസിലർമാരും. 100 കണക്കിന് ആളുകളാണ് പുത്തരിക്കണ്ടത്ത് എത്തുന്നത്. അവരുടെ ആവശ്യങ്ങളും മൈതാനത്തെ അവസ്ഥയും അടുത്തറിയുകയായിരുന്നു മേയറുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഉപയോഗിക്കാതെ കിടക്കുന്ന ഇലക്ട്രിക് ഓട്ടോകൾ അടക്കം ഇവിടെ ഉണ്ടെന്നും മൈതാനം കാട് പിടിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും മേയർ പറഞ്ഞു. തികച്ചും മാതൃകാപരമായ രീതിയിൽ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരുമെന്നും മേയർ പറഞ്ഞു. ബംഗ്ലാദേശ് ക്രിക്കറ്റർ മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത ടീമിൽ നിന്ന് ഒഴിവാക്കിയ നടപടിക്ക് എതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ സമീപിക്കാനൊരുങ്ങി ബംഗ്ലാദേശ്. ഔദ്യോഗികമായി ICCക്ക് കത്ത് നൽകാനാണ് BCBയുടെ തീരുമാനം. 2020 ലോകകപ്പിലെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടും. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് പേസ് ബോളർ മുസ്തഫിസൂറിനെ IPLൽ കളിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയത്. BCCI നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാനേജ്മെന്റ് തീരുമാനം കൈക്കൊണ്ടത്. ഇതോടെയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചത്. മുസ്തഫിസൂറിനെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. T20 ലോകകപ്പിലെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 7-ന് തുടങ്ങുന്ന T20 ലോകകപ്പിലെ ബംഗ്ലാദേശിന്റെ ആദ്യ മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ്. കൊൽക്കത്തയിൽ ബംഗ്ലാദേശിന് 3 മത്സരങ്ങളുണ്ട്. ബാക്കി മത്സരങ്ങൾ മുംബൈയിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കളിക്കാനെത്തുന്ന ബംഗ്ലാദേശ് താരങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് BCB പറയുന്നു. ഇടക്കാല സർക്കാർ
സർക്കാരിന്റെ ഉപദേശകൻ ആസിഫ് നസ്രുൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. അതേസമയം IPL സംപ്രേഷണം ബംഗ്ലാദേശിൽ നിരോധിക്കാനും ഇടക്കാല സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ IPL പ്രാദേശിക ക്രിക്കറ്റ് ലീഗാണെന്നും ICCയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും BCCI വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര മത്സരങ്ങളെയും IPLനെയും ഒരേ രീതിയിൽ കാണേണ്ടതില്ലെന്നും BCCI പറയുന്നു. സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ടെന്നും BCCI വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ.